ഇടുക്കിയിൽ സ്കൂൾ പരിസരത്ത് പെപ്പർ സ്പ്രേ ആക്രമണം. വിദ്യാർത്ഥി സഹപാഠികൾക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു. 10ഓളം വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. വിശദാംശങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യനുണ്ട്. ജോസിൽ, സാധാരണയായി നമ്മൾ വിദ്യാർത്ഥികളോടൊക്കെ ഈ പെപ്പർ സ്പ്രേ ഉപയോഗിക്കണം, അത് ഏതെങ്കിലും തരത്തിൽ സെൽഫ് ഡിഫെൻസ് എന്ന രീതിയിലാണ്. നമ്മളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനോ ആക്രമിക്കാനോ ശ്രമിക്കുമ്പോൾ നമ്മൾ അവർക്കെതിരെ പ്രയോഗിക്കാൻ അത് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത്. അതിൻ്റെ തെറ്റും ശരിയും ബോധ്യപ്പെടുത്തിക്കൊണ്ടാകണം ഇത്തരത്തിൽ പെപ്പർ സ്പ്രേ ഒക്കെ വിദ്യാർത്ഥികളുടെ കയ്യിൽ കൊടുത്തുവിടുന്നത്. എന്താണ് അവിടെ ഉണ്ടായത്? വിനിഷ, ഇത് ഈ രാവിലെ സ്കൂൾ ബസ്സിന് വന്നിറങ്ങിയ ഈ വിദ്യാർത്ഥിയോട് മകളുമായിട്ടുള്ള ഈ മകളോട് ശല്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ചോദ്യം ചെയ്യാൻ എത്തിയതാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ആ മാതാപിതാക്കൾക്ക് നേരെ ഈ വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു. അത് ചുറ്റുനിന്ന ഈ വ്യാപകമായി ഈ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതോടുകൂടി അത് മറ്റ് വിദ്യാർത്ഥികളുടെ മുഖത്തും ദേഹത്തുമെല്ലാം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ 10ഓളം വിദ്യാർത്ഥികൾ ആശുപത്രിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇടുക്കി ബൈസൺ വാലി ഗവൺമെന്റ് സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചതോടുകൂടി ഛർദിയും അതുപോലെ തന്നെ തലകറക്കവും മറ്റ് അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായ വിദ്യാർത്ഥികളെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും രാജക്കാട് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായ രീതിയിൽ ഒരു സംഭവമായി ഈ സംഭവം മാറുകയാണ്. ഏതായാലും ഇതിന് കൂടുതൽ വിവരങ്ങൾ എല്ലാം പോലീസിന്റെ അന്വേഷണത്തിൽ കൂടെ മാത്രമാണ് വ്യക്തമാവുകയുള്ളൂ. ഇത്തരത്തിൽ ഉള്ള ഒരു വിവരമാണ്, അതായത് ഒരു മാതാപിതാക്കൾ മകളെ ശല്യപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യാൻ എത്തിയ ഒരു സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥി ഇത്തരത്തിലുള്ള ഒരു പെപ്പർ സ്പ്രേ പ്രയോഗം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഫിനിഷ, സ്കൂളിൽ നേരിട്ടെത്തി ചോദിക്കുകയായിരുന്നോ? ഇത്തരത്തിലൊരു പരാതി വന്നാൽ അത് ആദ്യം അറിയിക്കേണ്ടത് ആ സ്കൂളിലെ അധ്യാപകരെയാണ്. അപ്പോൾ ഈ അധ്യാപകരോടൊന്നും ചോദിക്കാതെ വിദ്യാർത്ഥിയോട് മകളെ ശല്യം ചെയ്തു എന്ന കാരണത്താൽ ആ ശല്യം ചെയ്ത വിദ്യാർത്ഥിയോട് നേരിട്ട് പോയി ചോദിക്കുകയായിരുന്നോ ചെയ്തത്? അതിനുശേഷമാണോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്? ഇത്തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ രാജക്കാട് പോലീസ് സ്ഥലത്തെത്തി ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിന് നമുക്ക് പ്രാഥമികമായി നാട്ടിൽ നിന്ന് ലഭിച്ച ഒരു വിവരം മാത്രമാണ് പങ്കുവയ്ക്കാൻ പറ്റുന്നത്. കൂടുതൽ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പോലീസാണ് പറയേണ്ടത്. ഏതായാലും ഒരു വിദ്യാർത്ഥികളുടെ ആയിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേര് മറ്റു വിവരങ്ങളൊന്നും നമുക്ക് വെളിപ്പെടുത്തുന്നതും ശരിയായ ഒരു സാഹചര്യമല്ല. ഏതായാലും പോലീസ് അന്വേഷിച്ചത് സംബന്ധിച്ച് കൃത്യമായ വിവരം പറയട്ടെ എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. വിനീഷ.